ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ KSRTC ബസ്സിന് കുറുക്കെ വണ്ടിയിട്ട് അവരുടെ വണ്ടി തടഞ്ഞ് നമ്മളുണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. അതിൻ്റെ പേര് യദുകൃഷ്ണൻ എന്ന ഡ്രൈവർ ഇപ്പോഴും ജോലി ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ യദുകൃഷ്ണൻ്റെ വാക്കിലേക്ക് നമുക്ക് പോകാം. തെറ്റെന്നാണ് അവര് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ജനസേവകരെന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ മെക്കിട്ട് കയറുകയല്ല. അല്ല, ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ ദ്രോഹിക്കുകയല്ല. ജനങ്ങളെ എന്താണ് ജനങ്ങളെ കുറവുകളും എല്ലാവരും കൂടെ ജനങ്ങളെ കൂടെ നിൽക്കേണ്ടതാണ് നേതാക്കളെന്ന് പറഞ്ഞാൽ. നമുക്ക് അപ്പോൾ നമ്മളെ ദ്രോഹിക്കാനല്ല. ഇപ്പം മേയറെന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ആള് എന്നെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരം മേയറാണ്. പക്ഷേ എനിക്ക് അന്നത്തെ രാത്രി അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇത്രയും ലോങ് ഓടി വരുന്ന വണ്ടിയാണ്. അതിപ്പോൾ വണ്ടി കൊണ്ടുവന്നത് നേരെ കുറുക്കെ വെച്ചിട്ട്, അത് കുറുക്കെ വെച്ചല്ല. എനിക്ക് സഹോദരിയുണ്ട്, സഹോദരമുണ്ട്. ഓരോ ആൾക്കാർ ചാനലിൽ വന്നെന്ന് പറയണേ, ഇവൻ ഇത് കാണിച്ചു തന്നെ, അവനെ അടി പറ്റിക്കണം, അവനെ ഇടി കൊടുക്കണം, അവനെ അത് ചെയ്യണമെന്ന് പറയണേ. എനിക്ക് സഹോദരിയുണ്ട്. പക്ഷേ ആംഗ്യ വിക്ഷേപണം കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബസ്സിൽ ഇരുന്ന് എന്ത് ആംഗ്യ വിക്ഷേപണമാണ് കാണിക്കേണ്ടത്? അല്ലെങ്കിൽ പറയുന്നവർക്കറിയാമല്ലോ. എൻ്റെ ബസ്സിൽ യാത്ര ചെയ്ത മേയറാണെങ്കിൽ പറയാമായിരുന്നു, ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് സംഭവിച്ചത്. മറ്റൊരു കാറിൽ പോകുന്ന ബാക്ക് സീറ്റിൽ ഇരുന്ന ഒരാളെന്ന് പറയുന്നു. ബാക്ക് സീറ്റിലാണ് മേയർ ഇരുന്നത്. മേയർ കാറ് പോലും ഓടിച്ചതല്ല. നമ്മൾ കൂടി വന്നാൽ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കും, എന്താടേ കാണിക്കണമെന്ന് ചോദിക്കും. ഞാൻ അപ്പോഴും ചോദിക്കണേ, എന്തുവാണ് കാണിക്കണേന്ന്. ഇങ്ങനെ ചോദിച്ചതാണ് ആംഗ്യ വിക്ഷേപണം. ചുമ്മാ ഒരു സഹോദരൻ കറക്റ്റായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി. പല ആളുകളും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് സഹോദരൻ റിമാൻഡിലാവുമെന്ന് മേയറിന് അറിയായിരുന്നു. അഥവാ ഈ കേസ് ഞാൻ നിർക്കണമെങ്കിൽ ഞാനെന്ന് പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയാണ് അല്ലെങ്കിൽ മേയർ കൂട്ടരുമാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജീവനുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. മേയർ ഈ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഞാൻ ഒരിക്കലും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ ഞാൻ കുറച്ച് കാലം ഇവിടെ നമ്മുടെ ഈ ലോക്കലില്ലെങ്കിൽ പോലും, ലോക്കലിൽ പല ആൾക്കാരും പറഞ്ഞു ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാനും കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പിൻ്റെ പേപ്പർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ SFIയുടെ ആയാലും പാർട്ടി എൻ്റെ കൂടെ പഠിച്ച പയ്യന്മാരുടെ അടുത്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് എല്ലാ കാര്യത്തിനും ഉണ്ട്. നമുക്കങ്ങനെ പാർട്ടി ഞാൻ സംഘിയാണെങ്കിൽ ഇത് സംഘിയോ വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിലും ഇവർക്കത് തെളിയിക്കാം.